ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയ സഹോദരങ്ങളെ, ഈ ലോക ജീവിതം വളരെ ചെറിയതാണ്. എന്നാൽ മരണത്തിനു ശേഷമുള്ള ജീവിതം ശാശ്വതവുമാണ്. അതുകൊണ്ടാണ് അള്ളാഹു ഖുർആനിൽ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ തീ നരകത്തിലെ തീയുടെ 70-ൽ ഒരു ഭാഗം മാത്രമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ പോലും മനുഷ്യൻ്റെ തലച്ചോർ തിളപ്പിക്കും. ആ ഭയാനകമായ സത്യങ്ങൾ ഖുർആൻ്റെയും ഹദീസിൻ്റെയും വെളിച്ചത്തിൽ അറിയാം. നരകത്തിലെ തീയെക്കുറിച്ച് അള്ളാഹു പറയുന്നു: മനുഷ്യരെയും കല്ലുകളെയും ഇന്ധനമാക്കുന്ന അഗ്നിയെ നിങ്ങൾ സൂക്ഷിക്കുവിൻ. ഇത് സാധാരണ തീയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലോകത്തിലെ തീ നരകാഗ്നിയുടെ 70-ൽ ഒരു ഭാഗം മാത്രമാണ്. 2. ചുട്ടുപൊള്ളുന്ന ശരീരം വീണ്ടും വീണ്ടും സൃഷ്ടിക്കപ്പെടും. അള്ളാഹു പറയുന്നു, അവരുടെ തൊലികൾ കരിഞ്ഞാൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കാനായി അവർക്ക് പകരം മറ്റു തൊലികൾ നാം നൽകുന്നതാണ്. ശിക്ഷ ഒരിക്കലും അവസാനിക്കില്ലെന്ന ഭയാനകമായ മുന്നറിയിപ്പാണിത്. 3. തിളച്ച വെള്ളം. നരകവാസികൾക്ക് കുടിക്കാൻ നൽകുന്നത് തിളച്ച വെള്ളമാണ്. അള്ളാഹു പറയുന്നു, അത് അവരുടെ മുഖങ്ങളെ ചുട്ടുപൊള്ളിക്കും. 4. സക്കൂം എന്ന വൃക്ഷം. നരകത്തിലെ സക്കൂം വൃക്ഷത്തിൻ്റെ ഫലമാണ് അവർക്ക് ഭക്ഷണം. അള്ളാഹു പറയുന്നു, അവർ അതിൽ നിന്ന് വയറു നിറയ്ക്കും. പിന്നീട് അതിൻ്റെ മുകളിൽ തിളച്ച വെള്ളം കുടിക്കും. വിശപ്പും ദാഹവും മാറാതെ കൂടുതൽ വേദന മാത്രമേ ലഭിക്കൂ. 5. സഹായത്തിനായുള്ള നിലവിളി. നരകവാസികൾ അള്ളാഹുവിനോട് പറയും, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളെ പുറത്തെടുക്കണമേ. ഞങ്ങൾ മുമ്പ് ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി സൽക്കർമ്മം ചെയ്യും. എന്നാൽ അപ്പോൾ മടങ്ങി വരാൻ അവസാനമുണ്ടാകില്ല. 6. ഏറ്റവും ചെറിയ ശിക്ഷ പോലും ഭയാനകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ലഭിക്കുന്ന ഒരാളുടെ കാലിനടിയിൽ 2 തീക്കനകൾ വെക്കും. അതുകൊണ്ട് അവൻ്റെ തലച്ചോർ തിളയ്ക്കും. അതാണെങ്കിൽ ഏറ്റവും വലിയ ശിക്ഷ എത്ര ഭയാനകമായിരിക്കും. അവസാനമായി ഓർമ്മപ്പെടുത്തൽ. പ്രിയപ്പെട്ടവരെ, അള്ളാഹു അത്യന്തം കരുണയുള്ളവനാണ്. നാം ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചാൽ അവൻ പാപങ്ങൾ പൊറുക്കും. അതുകൊണ്ട് ഇന്നു തന്നെ നമസ്കാരം കാത്തുസൂക്ഷിക്കാം, ഖുർആൻ വായിക്കാം, പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാം, അള്ളാഹുവിലേക്ക് മടങ്ങാം. അള്ളാഹുവേ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. ആമീൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.